Good evening, everyone. Myself, Raini Martin, Godspeed Immigration Day, Immigration Head. Thank you so much, everyone, for joining a 100th grand webinar. Hello, everyone. My name is Edwin Joseph. I'm a registered migration agent under OMARA. So MARA means it's a Migration Agents Registration Authority in Australia. So it is mentioned in the Migration Act sections 275 to 333, I believe. So it is a regulator. OMARA is the regulator in Australia, which is mentioned in the Migration Act. So OMARA gives registration to people who wants to be the migration agent. As Raini said, my name is Jackson, one of the director of Godspeed Immigration. First of all, a very warm welcome all of you today. Today is just not another webinar for us. This is a very special moment because this is the 100th immigration webinar. And thank you for being part of this important milestone in our journey. Hi everyone, happy and blessed evening, and this is our 100th webinar. So thank you all for joining us today because it's a truly beautiful experience for us. We started these webinars in COVID time, so and even today, the continue strongly reaching our 100th webinar is a very happy and proud moment for entire team. Like most recent ആയിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു മഞ്ജുവിനെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആശിഷിന്റെ ഇതിന് തന്നെ എത്തിയിട്ടുണ്ട് മഞ്ജു. മഞ്ജുവിന് ഇപ്പൊ PR ആയെന്ന് എന്നോട് ആശിഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കിപ്പോ അത്ര കണക്ഷൻ ഇല്ല ആളുമായിട്ട്. അദ്ദേഹത്തിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 2018 ഞാൻ ഓർക്കുന്നു. പക്ഷേ പ്രോസസ്സ് 18 or 19 അതിന് മുന്നേ മൈക്രോബയോളജിസ്റ്റ് സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫണ്ട് എടുത്തു കഴിഞ്ഞു ഞാൻ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എഗ്രിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലിസ്റ്റിൽ നോക്കിയപ്പോൾ മൈക്രോബയോളജിസ്റ്റ് റിമൂവ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആളില്ല, ഓക്യുപ്പേഷൻ ലിസ്റ്റിലേ ഇല്ല. ഒരു ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ബേസിക് വേണ്ടത് ഒരു ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞല്ലേ സ്റ്റേറ്റ് ലിസ്റ്റും എല്ലാം വരുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ആ ക്ലയന്റിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേണം സ്കില്ല് ചെയ്ത് വെക്കാം, നോ വറീസ്, അല്ലെങ്കിൽ ഫണ്ട് റിഫണ്ട് ചെയ്യാം, നോ വറീസ്, ബിക്കോസ് നമുക്ക് ലിസ്റ്റിലില്ല. അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചതാണ്. ഞാൻ ശ്രദ്ധിക്കാണ്ടെടുത്തു. എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ലിസ്റ്റ് ഒക്കെ മൈൻഡിലാണ്. അപ്പൊ അത് മൈക്രോബയോളജിസ്റ്റ് റിമൂവ് ചെയ്തത് എപ്പോഴാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ദെൻ ഷീ സെഡ് ദാറ്റ് നോ വറീസ് രേണു, എന്തായാലും എനിക്ക് ട്രൈ ചെയ്തേ പറ്റൂ. അവിടെ ഒരു റിസ്ക് തന്നെയാണ്. 100%, 50% റിസ്കിലാണ് ആൾ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് പോലും ഇല്ലാത്ത 50% എന്ന് പറയാൻ പറ്റില്ല, 75% റിസ്ക് ആണ്. 25% ആള് വരാതിരിക്കാം. മെയിൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റേറ്റിൽ എപ്പോഴെങ്കിലും വരുമെന്ന് വിചാരിക്കും. ഇത് മെയിൻ ലിസ്റ്റിലും ഇല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു 75 to 80% റിസ്കിലാണ് ആള് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ വെറ്റസസ് സ്റ്റാർട്ട് ചെയ്തു. വെറ്റസസ് പോസിറ്റീവ് ആയിട്ട് വന്നു. ഭാഗ്യത്തിന് വെറ്റസസ് പോസിറ്റീവ് ആയിട്ട് വന്നപ്പോഴത്തേക്കും മെയിൻ ലിസ്റ്റിൽ കയറി. ഒരു 6 months എടുത്ത് കാണും, 4 to 6 months. വെറ്റസസിൽ മെയിൻ ലിസ്റ്റിൽ വന്ന സെക്കൻഡിൽ തന്നെ ഈ ഓക്യുപ്പേഷൻ റിമൂവ്ഡ് ആയതുകൊണ്ട് സതേൺ ഓസ്ട്രേലിയ ഓപ്പൺ ചെയ്തു. ദാറ്റ്സ് 489. ഇപ്പോഴത്തെ 491. അങ്ങനെ 489 ആളുടെ ആപ്ലിക്കേഷൻ ഇട്ടു. 418 ആൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ ആൾക്ക് 75 to 80% എബവ് റിസ്കിൽ ഉണ്ടായിരുന്ന വ്യക്തിക്കാണ് ടെമ്പററി റെസിഡൻസി 489 സ്കിൽഡ് മൈഗ്രേഷൻ ഗ്രാന്റ് ചെയ്തു. ഇപ്പോൾ ആൾക്ക് പെർമനന്റ് റെസിഡൻസിയും ഗ്രാന്റ് ആയി. ആശിഷിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലിയും കിട്ടിയെന്നാണ് ഓസ്ട്രേലിയയിൽ. ആളുടെ ഏജ് 40 ആയിരുന്നു വിസ ഗ്രാന്റ് ആയപ്പോൾ. അവിടെ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് വെൻ ഷീ സ്റ്റാർട്ടഡ് വിത്ത് മീ 37 or 38. When she landed 40 ആയി. Narayan, please tell us how opportunity card works about Germany. Jackson sir, they're asking about the Germany opportunity card. അതിന്റെ പോസിബിലിറ്റീസും കാര്യങ്ങളായിരിക്കും മേ ബി ആൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ഹായ് നാരായണൻ. ഐ തിങ്ക് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡാണ് ഉദ്ദേശം തോന്നുന്നു. നമുക്ക് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇഷ്ടംപോലെ നമുക്ക് ഗ്രാൻഡ് ആയി കിട്ടുന്നുണ്ട്. ജസ്റ്റ് കണക്ട് വിത്ത് അസ്. നമുക്ക് ആദ്യം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് യു മസ്റ്റ് ഹാവ് എ ഡിഗ്രി ആൻഡ് വി സജസ്റ്റ് 2 years എക്സ്പീരിയൻസിന് വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അവർ പറയുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്നത് ഒരു 2 years എക്സ്പീരിയൻസെങ്കിലും വേണമെന്നുള്ളതാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് വേണമെന്നില്ല. കോമൺലി വരുന്ന ഒരു ഡൗട്ടാണ് ജർമ്മൻ പഠിക്കണോ, ജർമ്മൻ വേണോ, അങ്ങനെ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് അങ്ങനെയില്ല. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് IELTS. നമുക്ക് IELTS ബേസിക് IELTS സ്കോർ മതി ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന്. Australian immigration authorities ആണ്. Maybe you get invitation in 4 months, maybe it's 6 months, maybe it's 1 year. It depends. ഓരോ ടൈമിലും and there are occupation demand as well. Of course, pharmacist, like in the healthcare sector, healthcare is in high demand, so we can expect, but we can guarantee. നമുക്കൊരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിസ അതിലൊരു ഗ്യാരണ്ടി പ്രോസസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ഷുഡ് ഓഫ് കോഴ്സ് ട്രൈ. ആദ്യം പറഞ്ഞൊരു പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ എലിജിബിൾ ആണ്, നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ്.
നമ്മളത് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമുക്കത് കിട്ടുമോ, എന്റെ 40 ഏജിന് മുൻപ് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്ക് ടു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാതെ നിൽക്കുന്നതിന് അർത്ഥമില്ല. വെൻ ഐ സ്റ്റാർട്ടഡ് ദ പ്രോസസ്, ഞാൻ ആ EOE പൂളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് വൺസ് ഒരു ഇൻവിറ്റേഷൻ വരുമ്പോൾ അത് 2 മന്ത്സിലായിക്കോട്ടെ 4 മന്ത്സിലായിക്കോട്ടെ ഇൻവിറ്റേഷൻ കിട്ടുള്ളൂ. സോ 40 ഇപ്പം ഓസ്ട്രേലിയ PR സംബന്ധിച്ച് അപ് ടു ദ 45 ഏജ് വരെ നമ്മൾ എലിജിബിൾ ആണ്. സോ ഈ 40 എന്ന് പറയുന്ന ഒരു ഏജിനെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. See, Yes. pharmacists and Yes, all are sure, in sure. very high demand occupations, especially, see, not just cities, but regions. So regions are Mm. like cities which are places which are not cities. So say, for example, where I am staying, the state is called South Australia. The place is Adelaide. Now, the only reason why I chose Adelaide was it is both in region as well as it is a city. But there will be places which are like 2 hours, 3 hours away from the major cities. In the Salat, there are a lot of pharmacies that are available. So if people Mhm. migrate over there, they get good opportunities and good wage rate also. Given that you clear your examination certifications from your Australian Pharmacy Board, you have to complete your intern examination, oral, written, everything. You still have 5 good years with you. Start today. If you keep waiting till 2027, you will keep sitting. Maybe if you start the process, say in 1.5 years, you will be within Australia, you will get all your certifications and you can start off. There is some risk you need to take in life. But if you don't take any risk, we can't help with that because it is risk is you, not us, not on us. So the risk is you, risk is on you. If you say 4 months invitation, it depends upon your other categories as well. You need to write IELTS, what score you may get 8. And it depends upon your other situations, like, single, you may have a PhD. There are other things that gives you, boost your point may be high, you may be called, invited immediately. So that things like, we can't guarantee, nobody can guarantee. Yeah. നമ്മൾ എടുത്ത് പറയാണ്, നമ്മൾ ജോബ് അസിസ്റ്റൻസ് ആണ് തന്നത്. ഈ പറയുന്ന പോലെ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ സക്സസ് ആക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ യെസ്, അഫ്കോഴ്സ് നമ്മൾ അതിന്റെ അസിസ്റ്റൻസ് തരുന്നുണ്ട്. വിസ ഗ്രാഡിന് ശേഷം എല്ലാവിധ ഡീറ്റെയിൽഡ് ആയിട്ട്, ഈവൻ നമുക്ക് ഒരു പോസ്റ്റ് ലാൻഡിംഗ് സെഷൻ തന്നെ നമ്മുടെ ഡോക്യുമെന്റേഷൻ ടീമിൽ നിന്ന് തരുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ലാൻഡിംഗ് സെഷൻ ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് വറി ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. All the countries have almost same sort of process. Okay, Yeah. don't go on the system, go on to the process. Simpler to parayana, there are 2 things that every country, one is a CV, that is your resume, and the other is a cover letter. So what is a cover letter? Cover letter is like you go into a shopping center, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കണം എന്ന് തോന്നി, നിങ്ങൾ ആ ഷെൽഫ് നോക്കി, അതിനകത്ത് പല ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. യു നോട്ട് ഫെമിലിയർ വിത്ത് ദി ചോക്ലേറ്റ്. Which is the chocolate that you're going to take first? So that initial 7 to 10 seconds of judgment, which helps you find a good chocolate, is your cover letter. For every recruiter, they go through hundreds of profiles, but they hardly spend 7 to 10 seconds. Research it anywhere. No recruiters will take more than 7 to 10 seconds. They scan it quickly. So that chocolate wrapper is your cover letter. Now, how the chocolate turns out, what content is there, how it is formed, is your resume. So that is the 2 things. Go for any countries. So the moment you are confident that, okay, now I'm going to get my visa, you're waiting for your visa, as I told you in the beginning, start working on how your resume should look. Once you are, and also remember one thing, I'm sorry, I'm taking this time, but it will be helpful to all of you. No resume is a perfect resume. Okay, I will show you the number of interviews that I not interviews, number of job applications I sent when actually I realized what big stupidity I was doing. So the more you send from here, see, the most chances of rejection is just because you don't have a local address. Whether it be Canada, whether it be Australia, you put an Indian address, they know that you are not over here. So that is one thing. Second, phone number. In case, if they love you so much, they want to select you, but if you're putting an Indian number, forget it. So think about it, start to research. കാനഡയുടെ കറന്റ് ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയല്ലോ, അതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്.
പിന്നെ മോസ്റ്റ് റീസെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് ന്യൂസ് കണ്ടിരുന്നു, ലൈക്ക് കുറെ അധികം ആൾക്കാർ വർക്ക് പെർമിറ്റ്സ് കിട്ടാണ്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നു. ഡെഫിനറ്റ്ലി ദാറ്റ്സ് ദ റിയൽ സിനാരിയോ ആണ്, അതൊരിക്കലും കള്ളത്തരമല്ല, വരുന്നുണ്ട്. ബട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? 25,000, 30,000, 40,000 സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യയിൽ നിന്നും സ്റ്റഡി വിസ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദംന്റെ ബാച്ചിലേഴ്സ് എഡ്യൂക്കേഷൻ ഫേക്ക് ആയിരുന്നു. ആ ഒരു സിനാരിയോയിൽ അവരവിടെ പഠിക്കാൻ ചെന്നിട്ട് അവർക്ക് ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നില്ല. സോ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് അവർക്ക് എങ്ങനെ വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യും ഗവൺമെന്റ്? അവർക്ക് എങ്ങനെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യും ഗവൺമെന്റ്? ആ ഒരു സിനാരിയോയിൽ പല സ്റ്റുഡൻസും തിരിച്ചു വന്നത്. ദർ ആർ 2 to 3 സിനാരിയോസ്. ഒന്നാമത്തെ സിനാരിയോ ബാച്ചിലേഴ്സ് ഫേക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് റോങ് യൂണിവേഴ്സിറ്റീസും റോങ് പ്രൊവിൻസും ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്. ദാറ്റ് മീൻസ് അവിടെയുള്ള കോഴ്സിന് വാല്യൂ ഇല്ല, ഇവിടെ ചെയ്ത കോഴ്സിന് വാല്യൂ ഉണ്ട്. സെക്കൻഡ് സിനാരിയോ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഈ രണ്ട് സിനാരിയോയും റിസ്ക് ആണ്. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ദർ ആർ മെനി യൂണിവേഴ്സിറ്റീസ്, പ്രോപ്പർ അല്ലാത്ത യൂണിവേഴ്സിറ്റി ജസ്റ്റ് 1 വർഷം പഠിക്കാൻ അല്ലെ 2 വർഷം പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോയിരിക്കുന്നത്. അവർക്ക് അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ചു പോരണം. അവരിതൊന്നും മനസ്സിലാക്കാണ്ട് ഏജൻസികൾ അവരെ വിടുകയും അവർ പോവുകയും ചെയ്തു. അവരും തിരിച്ചു വന്നേ പറ്റൂ. ഗവൺമെന്റിനും ഒന്നും ചെയ്യാനില്ല. ഈ ന്യൂസുകൾ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ വി തിങ്സ് ദാറ്റ് കംപ്ലീറ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ഒരു 20,000 അല്ലെ 25,000 ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്നവർക്ക്. ഹൗ? അവർക്ക് ഇത്രയും ആൾക്കാരെ വേണമായിരുന്നു, റൈറ്റ്? ദേ ടുക്ക് ഓൾറെഡി ദ 20-25,000. പക്ഷെ അത് റോങ് ആൾക്കാരാണെന്ന് മനസ്സിലായപ്പോൾ ദേ ആർ സെൻഡിങ് ബാക്ക്. അപ്പോൾ അത്രയും ഏരിയ അവിടെ റിലീസ് ആവുകയാണ്. കോട്ട അഗെയിൻ കോട്ട റിലീസിങ്, അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് എ പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ എക്സ്പീരിയൻസ്, പ്രോപ്പർ ലാംഗ്വേജ്, യു ക്യാൻ പുട്ട് യുവർ ആപ്ലിക്കേഷൻ ഫോർ പെർമനന്റ് റെസിഡൻസി. വാട്ട് ഈസ് ഇൻ ദാറ്റ്? ദാറ്റ്സ് ഇൻ ബെസ്റ്റ് കേസ് സിനാരിയോ, റൈറ്റ്? ദ സെയിം ഹാഡ് ഹാപ്പൻ ഓസ്ട്രേലിയ ടു, റൈറ്റ്? മോസ്റ്റ് റീസെന്റ് ആയിട്ട് n നമ്പർ ഓഫ് സ്റ്റുഡൻസ് തിരിച്ചു വരേണ്ടി വന്നു. അവിടെയും അഗെയിൻ അത്രയും ആപ്ലിക്കൻസിന്റെ വേക്കൻസി ആയി. സോ അഗെയിൻ ഇറ്റ്സ് ഗുഡ് ചാൻസ് ഫോർ പെർമനന്റ് റെസിഡന്റ്. സോ ന്യൂസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാവരും തിരിച്ചു പോകുന്നു, ഇറ്റ്സ് എ പ്രോബ്ലം. നോ, ഇറ്റ്സ് ഗുഡ് ചാൻസ് ഫോർ പെർമനന്റ് റെസിഡന്റ് ആൻഡ് സ്കിൽഡ് പീപ്പിൾ ഹു ഓൾറെഡി ഹാവ് ഗുഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ or Dubai or Singapore. So I think so then mid of this year again the Canada will come back strongly for permanent resident. Study ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. So let's see the study scenario. But definitely yes for permanent resident. ഓരോ സ്റ്റേറ്റിന്റെയും ഓരോ റീജിയന്റെയും റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് പിക്കിംഗ് നടക്കാം. ദാറ്റ് മീൻസ് ഇപ്പൊ 190 ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് പറയുകയാണ് ഞങ്ങൾക്ക് 95 പോയിന്റ്സിൽ മതി. ഇപ്പൊ വിക്ടോറിയ അവർ മോർ ഓർ ലെസ് 95 പോയിന്റ്സിൽ എടുക്കാറുള്ളൂ, അവർക്ക് അത് മതി. പക്ഷെ അതേസമയം മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ റിക്വയർമെന്റ് സതേൺ ഓസ്ട്രേലിയയിലോ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിലോ നോർത്തേൺ ടെറിട്ടറിയിലോ വരികയാണെങ്കിൽ അവർ 75 പോയിന്റ്സിൽ പിക്ക് ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2023 നടന്നത്. എന്താണ് സംഭവിച്ചത്? പോസ്റ്റ് കോവിഡ് പെട്ടെന്ന് തന്നെ അവർക്ക് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിനെ വേണ്ടി വന്നു. ഒരു വൺ ഫൈൻ മോർണിംഗ് ഡേ നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മെയിൽ മൊത്തം 189 ഇൻവിറ്റേഷൻസ്. ഞാൻ വിചാരിച്ച ഏത് ഓക്യുപ്പേഷനാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്? ഫ്രഷർ എഞ്ചിനീയറോ? പിന്നെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് എടുത്ത് നോക്കുവാണ്, ഫ്രഷർ എഞ്ചിനീയർ 189ഓ 60 പോയിന്റ് 65 പോയിന്റ്സ്. എന്താണ് സംഭവിക്കുന്നത്? പിന്നെ വിചാരിച്ചു ഇനി അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ, ഇനി അറിയാണ്ട് ഇനിയും ബൾക്കായിട്ട് വല്ല സിസ്റ്റം വല്ലോ ഇനിയും ഇതായിട്ട് ഇനിയും ബൾക്ക് ഇൻവിറ്റേഷൻസ് വല്ലോ. പിന്നെ വിശ്വസിക്കും ഇനി എങ്ങനെ ക്ലയൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല മാറ്റം വരുമോ? Then I called Mara, we discussed. Then we said that it's real. നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. It's real. അതാണ് സിനാരിയോ. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻസ് എഞ്ചിനീയേഴ്സിന്, അതും അന്ന് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് തൊട്ടിട്ടുള്ള ഫുൾ എഞ്ചിനീയേഴ്സിന് അവർ മൊത്തം ഇൻവിറ്റേഷൻ കൊടുത്തു. 189. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ മൈഗ്രേഷന്റെ ഹിസ്റ്ററി തന്നെ സംഭവിക്കാത്ത കാര്യമായിരിക്കാം അത്. എന്തുകൊണ്ട് സംഭവിച്ചു? വൈ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈ മീൻസ് അവർക്ക് പെട്ടെന്ന് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിനെ ആവശ്യം വന്ന് കാണണം. അല്ലെങ്കിൽ പിന്നെ വെറുതെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉള്ള ഫ്രഷേഴ്സിനൊക്കെ എന്തിനു ഹയർ ചെയ്യണം? അപ്പോൾ ആ സമയത്ത് 2017-2018 മൾട്ടിപ്പിൾ ഫ്രഷേഴ്സ് എഞ്ചിനീയേഴ്സിന്റെ ഓക്യുപ്പേഷൻസ് സ്കില്ല് നമ്മൾ ആ സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു കേരളത്തിൽ ഫ്രഷേഴ്സ് എഞ്ചിനീയേഴ്സിന് സ്കില്ല് ചെയ്യാം. ആ സമയത്ത് സ്കില്ല് ചെയ്ത് വെച്ച എല്ലാവരും കയറിപ്പോയി. അന്ന് എനിക്ക് വലിയൊരു ത്രെഡ് ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ നിന്നുള്ള ത്രെഡ്. എന്താണ് ചെയ്യുന്നത്? അപ്പോൾ എക്സ് ഏജൻസിയിൽ പോകുന്നു, വൈ ഏജൻസിയിൽ പോകുന്നു. അവർ പറഞ്ഞു നിങ്ങൾ എലിജിബിൾ അല്ല, ഷീ ഈസ് ഗിവിംഗ് റോങ് ഇൻഫർമേഷൻ ആൻഡ് ഷീ ഈസ് കളക്ടിങ് ഫണ്ട്.
ഞാൻ പറഞ്ഞു നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക, അവിടെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്രഷേഴ്സ് എഞ്ചിനീയേഴ്സ് ആർ എലിജിബിൾ ഫോർ മൈഗ്രേഷൻ. പക്ഷെ ആ സമയത്ത് ഒരിക്കൽ പോലും ഫ്രഷേഴ്സ് എഞ്ചിനീയേഴ്സിന് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സംവാട്ട് ഐ റിസർച്ച്ഡ് അബൌട്ട് മാർക്കറ്റ്. എനിക്ക് ഓസ്ട്രേലിയൻ മാർക്കറ്റിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഫ്യൂച്ചർ കാണുന്നത് എഞ്ചിനീയേഴ്സിലാണ്. So the simple answer would be, okay, so I would try to complete the work that is in my hand. I would make it a priority to maintain a to-do list. I'll make it sure that whenever I start a work, every week I will make the important points, which reports I have to send, what documents I need to circulate. And based on that, every day I will come back and I'll revisit the list. And if there is something that is beyond my control, I will go and contact my manager. So this is something answer that an HR expects. But at the same place, this guy, keeping his experience in mind, I will work for 14 hours a day. This HR got blown off. So that is the difference of work culture. Having dignity of labor, having good work culture, and good climate, and good people around. Sorry if I got too late, but I thought to end that in a positive note. So stop thinking, start acting, and come to Australia soon. So once again, thank you so much. And also, Ashish ആണെങ്കിലും എഡ്വിൻ സാർ ആണെങ്കിലും ഐ നോ ഇറ്റ്സ് ലേറ്റ് നൈറ്റ്, ബട്ട് നമ്മളുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സ്പേർട്ട് അഡ്വൈസ് ഷെയർ ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ഇപ്പോൾ ഈവൻ ജസ്റ്റ് എലിജിബിലിറ്റിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചും അത് കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ആഫ്റ്റർ ലാൻഡിങ് ദ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, കറന്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്താ, എല്ലാവരും ചോദിക്കാം അവിടെ പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇല്ല, ബട്ട് വാട്ട് അബൌട്ട് ദ ആക്ച്വൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ? ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു എല്ലാവർക്കും, ഇൻക്ലൂഡിംഗ് മീ. സോ താങ്ക് യു സോ മച്ച് എഡ്വിൻ സർ ആൻഡ് ഓൾസോ ആശിഷ്. ആൻഡ് അഗെയിൻ താങ്ക് യു ജാക്സൺ സർ ഫോർ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ. ആൻഡ് താങ്ക് യു നികിത, അഞ്ജു. വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഐ തിങ്ക് ഫീലിംഗ് സോ ഹൈലി പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പി. മീൻസ് എല്ലാവരും ഹാപ്പിയാണ്. ഐ എം ഗെറ്റിംഗ് One more thing, പോസിറ്റീവ് Raini. ഫീഡ്ബാക്ക് ഓൾസോ. One more thing, Raini. If you are യെസ്. still need help for taking a decision, we are here. നമുക്ക് one-on-one എടുക്കാം. ആൻഡ് നമ്മൾ നാളെ ഓഫീസിലോട്ട് ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റ്ലി one-on-one എടുക്കാം, അല്ലെങ്കിൽ സൂം വഴി എടുക്കാം. ഓൾ ആർ വെൽക്കം. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോഴും ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആണ്, സ്റ്റിൽ യു നീഡ് ഹെൽപ്പ്, വി ആർ ഹിയർ. നമുക്ക് one-on-one എടുത്ത് തന്നെ ഫുൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാവുന്നതായിരിക്കും, എസ്പെഷ്യലി ഫോർ ദിസ് വെബിനാർ attendees. Thank you And so thank you much, so everyone. much. Thanks. Yeah, sure. And good night. Thank Bye. you everyone. Thank you. Yeah, Thank thank you. you. Thank you so much. Sure. Godspeed, Migration and Study Abroad experts.